നിങ്ങളൊരു ഇൻ്റർ മിലാൻ ആരാധകനാണെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. കാര്യം ചരിത്രം നിങ്ങൾക്കെതിരാണല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് ഞാൻ ആക്ച്വലി ഒരു കണ്ടൻറ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക, ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ഒരു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ള മാർസൈ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അവരുടെ ഫുട്ബോൾ ക്ലബിൻ്റെ അച്ചീവ്മെൻറ്റ് വെച്ചിട്ട്, അതായത് അവരുടെ UCL അച്ചീവ്മെൻറ്റ് വെച്ചിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമയത്ത് കുറച്ച് കണ്ടൻറ്റ് തപ്പിപ്പോയപ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്റ്റ് കണ്ടു. അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം മറ്റൊന്നുമല്ല, അതായത് ഇത്തവണ UCL ഫൈനൽ നടക്കുന്ന വെന്യൂ എന്ന് പറയുന്നത് മ്യൂണിക്കിലാണ്, അലയൻസ് അറേനയിലാണ്. മെയിൻ തിങ് ഈസ് മ്യൂണിക്. അപ്പോൾ മ്യൂണിക്കിലെ എന്താ പറയുക, PSG അവരുടെ ആദ്യത്തെ കിരീടം തേടി പോവുകയാണ്. അതേസമയം ഇൻ്റർ മിലാൻ ഹാവ് വൺ ഇറ്റ് ബിഫോർ. സോ അതിൽ എന്താ ഇത്ര രസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മ്യൂണിക്കിൽ ഇതിന് മുന്നേ ആദ്യമായിട്ട്, അതായത് മ്യൂണിക്കിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ യൂഷ്വലി ഇതും കൂടെ കൂട്ടി 5ാമത്തെ ഫൈനലാണ് UCL നടക്കുന്നത്. അപ്പോൾ യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 3 പ്രാവശ്യം ഒളിമ്പിയ സ്റ്റേഡിയം എന്ന് പറഞ്ഞ് 1972 സമ്മർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒളിമ്പിയ പാർക്കിന് ചുറ്റും, അതായത് മ്യൂണിക്കിലെ ഒളിമ്പിയ പാർക്കിന് ചുറ്റും ഉണ്ടാക്കിയ സ്റ്റേഡിയമാണ് ഒളിമ്പിയ സ്റ്റേഡിയം. അപ്പോൾ അവിടെയായിരുന്നു ആദ്യത്തെ 3 ഈ മ്യൂണിക്ക് വെച്ച് നടന്ന UCL ഫൈനലുകൾ നടന്നത്. അലയൻസ് അറേനയിൽ റീസെൻ്റായിട്ട് 2012 ഫൈനലാണ് നടന്നത്. ഇപ്പം മ്യൂണിക്കിൽ തന്നെ അലയൻസ് അറേനയിൽ PSG-യും ഇൻ്റർ മിലാനും കൊമ്പ് കോർക്കുന്നു. അപ്പോൾ അതിൽ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 1979 ഒളിമ്പിയ സ്റ്റേഡിയം മ്യൂണിക്കിൽ വെച്ചാണ് ആദ്യത്തെ മ്യൂണിക്കിലെ UCL ഫൈനൽ വരുന്നത്. അത് കളിച്ചത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഇപ്പം നിങ്ങൾക്കറിയാം, പ്രീമിയർ ലീഗിൽ ഇപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ക്രസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് 2 സ്റ്റാർ കാണാം. ആ സ്റ്റാർ വെറുതെ ഉണ്ടായതൊന്നുമല്ല. 1979-ലും 1980-ലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അടുപ്പിച്ച് 2 ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിട്ടുണ്ട്. അല്ല, 1979 ഈ ഫൈനലിൽ അവർ നേരിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽമോ, അതായത് സ്വീഡനിലെ മാൽമോ എന്ന് പറയുന്ന ക്ലബിനെയാണ്. ആ ക്ലബ്ബാണ് സ്വീഡനിൽ നിന്ന് ആകെ ഈ കാലം വരെയും സ്വീഡനിൽ നിന്ന് ആകെ ഫൈനൽ കളിച്ചിട്ടുള്ള, UCL ഫൈനൽ കളിച്ചിട്ടുള്ള ഒറ്റ ക്ലബ്ബേ ഉള്ളൂ, അത് മാൽമോ ആണ്. അന്ന് ദുർഭാഗ്യവശാൽ മാൽമോയുടെ കയ്യിൽ ലക്കില്ലായിരുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 1-0 എന്നുള്ള സ്കോർ ലൈനിൽ മക്ഗോവൻ ആയിരുന്നു അവരുടെ ക്യാപ്റ്റൻ. സോ അവിടുന്ന് ഫാസ്റ്റ് ഫോർവേഡ്. അപ്പം മാത്രമല്ല, 1980-ലാണ് അവർ 2ാമത്തെ കിരീടം എടുത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കന്നി കിരീടം നേടിയത് 1979 മ്യൂണിക്കിൽ വെച്ചാണ്. ഫാസ്റ്റ് ഫോർവേഡ് ഒരു 1993-ലാണ് ഞാൻ പറഞ്ഞ പോലത്തെ ഞാൻ കണ്ടൻറ് ഇടാൻ നോക്കിയ ഒളിമ്പിക് മാർസൈ. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ഇതിനകത്ത് കയറ്റുന്നുണ്ട്. അപ്പം ഈ ഒളിമ്പിക് മാർസൈയുടെ ഫസ്റ്റ് ഫൈനലും എവിടെ വെച്ചായിരുന്നു, അതായത് ഒളിമ്പിക് മാർസൈ ആദ്യമായി കപ്പടിച്ച ഫൈനലും മ്യൂണിക്കിൽ വെച്ച് തന്നെയായിരുന്നു. മാത്രമല്ല, അതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഒരൊറ്റ UCL ചാമ്പ്യനെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ, അത് ഒളിമ്പിക് മാർസൈയാണ്. ഇതിൽ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒളിമ്പിക് മാർസൈ എന്ന് പറയുന്നത് PSG-യുടെ ചിരവൈരികളാണ്. അതായത് ഇവിടെ മാർസൈയിൽ നിങ്ങൾ PSG-യുടെ, ഇത് ഫ്രഞ്ച് അൾട്രാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷ് അൾട്രാസിനെ പോലെ ഒന്നുമല്ല, കുറച്ചുകൂടെ ഹെവിയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് PSG-യുടെ ജേഴ്സി ഇട്ട് നടന്നാൽ തന്നെ ഇടി കിട്ടും എന്നുള്ള രീതിയിലുള്ള അത്രയ്ക്ക് അൾട്രാസാണ്. അപ്പോൾ അവരിപ്പം ചെറുതായിട്ട് പ്രതാപകാലമൊക്കെ കഴിഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്നൊരു പീരീഡാണ്. പക്ഷേ അവർക്കിപ്പോഴും കച്ചിത്തുരുമ്പായിട്ട് പിടിച്ചു നിർത്താനുള്ളത് എന്ന് പറയുന്നത് 1993 ദിദിയർ ദശാംസ്. ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ ഫ്രഞ്ച് കോച്ചും അതുപോലെ തന്നെ ഫ്രഞ്ച് ക്യാപ്റ്റനും ഒക്കെ ആയിരുന്ന നമ്മുടെ സ്വന്തം ദിദിയർ ദശാംസ് ആയിരുന്നു അന്നത്തെ അവരുടെ ക്യാപ്റ്റൻ. ആ സ്കോർ ലൈനും 1-0 ആയിരുന്നു. അന്ന് അവർ തോൽപ്പിച്ചത് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ്ലി AC മിലാനെ ആയിരുന്നു. അതായത് വീണ്ടും ഇത്തവണ ഒരു ഫ്രഞ്ച് ടീം വേഴ്സസ്, അതായത് ഫ്രഞ്ച് ടീം ഹൂ ഈസ് ഹണ്ടിങ് ഫോർ ദ ഫസ്റ്റ് ടൈം ഗ്ലോറി വേഴ്സസ് എ മിലാൻ ടീം. അപ്പം അത് എന്താ പറയുക, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് കാരണമൊക്കെ ഇനിയിപ്പോൾ ഇൻ്റർ മിലാൻ തോക്കുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ബട്ട് എല്ലാവരും കോയിൻസിഡൻസ് ആയിട്ട് ഒത്തു വന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ 1993 നിന്ന് നമ്മൾ, അതായത് മിലാനിലെ അന്നത്തെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൽഡീനി, വരേസി, വാൻ ബാസ്റ്റ്യൻ, റീക്കാർഡ് എല്ലാം ഉള്ളൊരു സ്റ്റെല്ലാർ ടീമിനെ തോപ്പിച്ചാണ് മാർസൈ കപ്പടിച്ചിരുന്നത്. വീണ്ടും 4 വർഷത്തിന് ശേഷം 1997 വന്നപ്പോഴത്തേക്കും ബൊറൂസിയ ഡോട്ട്മണ്ട് അവരുടെ കന്നി കിരീടം സ്വന്തമാക്കി. എവിടെ വെച്ച്? ഒളിമ്പിയ സ്റ്റേഡിയം മ്യൂണിക്കിൽ വെച്ച് തന്നെ. അന്ന് അവർ തോൽപ്പിച്ചത് വേറൊരു സർപ്രൈസ് യുവൻറ്റസിനെയാണ്. അതായത് വേറൊരു ഇറ്റാലിയൻ ടീം അവിടെ വീണ്ടും തോൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ഡോട്ട്മുണ്ട് കന്നി കിരീടം 3-1 എന്നുള്ള ജയത്തിൽ സാമറായിരുന്നു അവരുടെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ജുവൻറ്റസിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെല്ലാർ സ്ക്വാഡ്. സിഡാൻ ഉണ്ടായിരുന്നു, ഡെൽ പിയറോ ഉണ്ടായിരുന്നു, വിയേരി ഉണ്ടായിരുന്നു, ദശാംസ് അവിടെ ഉണ്ടായിരുന്നു. സോ മ്യൂണിക്കിലെ 3ാമത്തെ ഫൈനലിലും ഒരു കന്നി കിരീടം പൊക്കുന്ന ഒരു ടീം ഉണ്ടായിരിക്കുകയാണ്. ഫാസ്റ്റ് ഫോർവേഡ് 2012. ഇത്തവണ ഒളിമ്പിയ സ്റ്റേഡിയം അല്ല, ഇത്തവണ അലയൻസ് അറേന മ്യൂണിക്കിൽ വെച്ചാണ് കളി ആരൊക്കെ തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി FC വേഴ്സസ് ബയേൺ മ്യൂണിക്. അന്ന് നിങ്ങൾക്ക്
ഇത് നമുക്ക് കുറച്ചുകൂടെ ഓർമ്മകളുള്ള ഫൈനലായിരിക്കും. കാര്യം നമ്മളെ കണ്ടു കാണുന്ന ഫൈനലായിരിക്കും. 1-1 മുള്ളർ ഗോൾ അടിക്കുന്നു, എന്നിട്ട് ഡ്രോഗ്ബയുടെ ഒരു 88-ാം മിനിറ്റിൽ, അതായത് 83 മുള്ളർ ഗോൾ അടിക്കുന്നു, 88-ാം മിനിറ്റിൽ ഡ്രോഗ്ബ ഈക്വലൈസ് ചെയ്യുന്നു, എന്നിട്ട് പെനാൽറ്റീസിൽ 4-3 ചെൽസി ജയിക്കുന്നു. അന്ന് ജോൺ ടെറി സസ്പെൻഡഡ് ആയതുകൊണ്ട് ഫ്രാങ്ക് ലംബാർഡായിരുന്നു ടീമിനെ നയിച്ചത്, ഡിമാറ്റിയോ ആയിരുന്നു അവരുടെ മാനേജർ. സോ ചെൽസി FC അവരുടെ ഫസ്റ്റ് കിരീടം നേടിയത് ബയൺ മ്യൂണിക്കിനെ അവരുടെ ഹോമിൽ വെച്ചാണ് തോപ്പിച്ചിട്ടാണ്, അത് മ്യൂണിക്കിൽ വെച്ച്. അത് ആ ഒരൊറ്റ പ്രാവശ്യമാണ് ഇതുവരെ ചരിത്രത്തിൽ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഒരു ടീം UCL ഫൈനൽ തോക്കുന്നതെന്നും കൂടെ ഓർത്തോണം. സോ ഇത്രയും സംഭവങ്ങൾ ഇതിനിടയിൽ നടന്നു എന്നുള്ളതും, 2 ഇറ്റാലിയൻ ടീമുകൾ ഓൾറെഡി നടന്ന 4 ഫൈനലുകളിൽ തോറ്റു, അതിൽ 1 മിലാൻ ടീമും ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഗാലറി നമുക്കെതിരാണല്ലോ എന്ന് ഇൻ്റർ മിലാൻകാർ വിചാരിക്കുന്നുണ്ടാവും. മാത്രമല്ല ഈ വർഷത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അടിക്കാത്തവരെല്ലാം കപ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. PSG ഒരു ചരിത്രത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൂട്ട് PSG എന്തായാലും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് പറയാൻ ഉള്ള വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഡോട്ട്മുണ്ട് ആയിക്കോട്ടെ, ചെൽസി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ റെസ്പെക്റ്റീവ് കൺട്രീസിൽ നിന്ന് വേറൊരു യൂറോപ്യൻ ചാമ്പ്യൻ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് ബേൺ ഉണ്ടായിട്ടുണ്ട്, ഇംഗ്ലണ്ട് ടീംസ് വേറെ കപ്പടിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രാൻസ് ടീമിൽ ഒരു ഫ്രാൻസ് ടീം മാത്രമേ ഇതൊരു കപ്പടിച്ചിട്ടുള്ളൂ, അത് മ്യൂണിക്കിൽ തന്നെ വെച്ചാണ്. സോ എന്ത് നിങ്ങൾക്ക് തോന്നുന്നു? അതായത് എഗെയിൻ എ ഫ്രഞ്ച് ടീം വിൽ ബി വിന്നിങ് ദെയർ ഫസ്റ്റ് കപ്പ് ബീറ്റിംഗ് എ മിലാൻ സൈഡ് ഇൻ മ്യൂണിക്, ഓർ അതൊന്നും ഇല്ലടേ, എന്തായാലും ചരിത്രത്തിൻ്റെ കൂട്ട് മാത്രം പോരല്ലോ, നിങ്ങൾക്ക് നമ്മൾ ഇൻ്റർ മിലാൻ തന്നെ ജയിക്കും എന്ന് തോന്നുന്നുള്ളവർ എന്താണെങ്കിലും നിങ്ങളെ തോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാൻ ഇങ്ങനത്തെ കുറച്ച് വിയേർഡ് സ്റ്റാറ്റ്സുമായി ഇനിയും വരാൻ ശ്രമിക്കാം. പക്ഷേ ഞാൻ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഇങ്ങനത്തെ സ്റ്റാറ്റ്സുകൾ. രസമല്ലേ ഇതൊക്കെ, എങ്ങനെ ഇതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഒരു രസം തോന്നിയിട്ട് വീഡിയോ ഇടുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇൻ്റർ മിലാൻ ചരിത്രത്തിന് വിപരീതമായി കപ്പടിക്കുമോ, അതോ നേരെ നമ്മൾ PSG കന്നി കിരീടം ആണോ മ്യൂണിക്കിൽ കാണാൻ പോകുന്നത്? മ്യൂണിക്കിൻ്റെ ചരിത്രത്തെ അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുമോ എന്ന് നോക്കാം. So that's it guys, hope you guys enjoyed the video. Please do consider subscribing. Do let me know your thoughts in the comment section below. അപ്പോൾ നമ്മൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണും. അതുവരെ ബൈ.